എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മുടെ റോസയിലൊക്കെ ഇതുപോലെ കട്ട കുത്തി പൂക്കൾ ഉണ്ടാവാൻ സഹായിക്കുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വളം കൊടുക്കുമ്പോൾ നല്ല കട്ട കുത്തി പൂക്കൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാനേ കാണണം. മാസത്തിലൊരിക്കൽ നമുക്ക് ഈ ഒരു വളം തീർച്ചയായിട്ടും നമ്മുടെ ചെടികൾക്ക് കൊടുക്കാം. പ്രത്യേകിച്ച് ഡിസംബർ മാസം തുടങ്ങുന്ന ഈ ഒരു മാസം നവംബർ മാസത്തിലെ ഈ ഒരു വളമൊക്കെ കൊടുത്ത് നിർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ റോസയിലൊക്കെ നേഴ്സറിയിൽ കാണുന്നത് പോലെ ബഡ് റോസുകളിൽ കട്ട കുത്തി പൂക്കളുണ്ടാകും കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല മനോഹരമായ പൂക്കളൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ഈ ഒരു വളം ചെയ്ത് കൊടുത്തേ മതിയാവത്തുള്ളൂ. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുപോകല്ലോ കേട്ടോ. വാട്സപ്പിലൊക്കെ നമ്മൾ കുറേ സബ്സ്ക്രൈബേഴ്സ് മെസ്സേജ് അയക്കുന്നുണ്ട്, ഗുഡ് മോർണിംഗ് അയക്കുന്നുണ്ട്, ഗുഡ് നൈറ്റ് അയക്കുന്നുണ്ട്. അതുപോലെ തന്നെ റോസകളിലെ തളർപ്പുകളും പൂക്കളും വിരിഞ്ഞിരിക്കുന്ന ഫോട്ടോയും പിന്നെ അതുപോലെ തന്നെ വീഡിയോസൊക്കെ എനിക്ക് അയച്ചു തരുന്നുണ്ട്. അതൊക്കെ എൻ്റെ പേഴ്സണലാണ്. അതൊക്കെ നമ്മൾ മറ്റുള്ളവരെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവർ കാണിച്ചോളാൻ പറയുന്ന അവസരങ്ങൾ മാത്രമേ ഞാൻ അത് കാണിക്കത്തുള്ളൂ. അല്ലാതെ എനിക്ക് പേഴ്സണലായിട്ട് തന്നെ അത് അയച്ചു തരുന്നത് എൻ്റെ ഒരു സന്തോഷം. എനിക്ക് കാണുന്ന വളരെ സന്തോഷമാണ്. അപ്പം നമ്മൾ ചെയ്തു കൊടുക്കുന്ന വളമൊക്കെ കറക്റ്റായിട്ട് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് അത് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നമുക്ക് ആർക്കും നമ്മൾ രോഗം വരുന്ന ഒന്നും ചെയ്യുന്നില്ല. നമ്മുടെ ചെടി, പ്രത്യേകിച്ച് എനിക്ക് ഒരുപാട് ചെടിയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതെല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ അതൊക്കെ ഓടിച്ചെന്ന് ഒരുപാട് ഒന്നിച്ചൊഴിച്ചു കൊടുക്കരുത് ആരും. ഓരോ ഗ്യാപ്പ് അനുസരിച്ച് ഞാൻ എന്നും ഫെർട്ടിലൈസറിൻ്റെ വീഡിയോസൊക്കെ വളങ്ങളൊക്കെ ഓരോന്ന് കാണിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ അതിനനുസരിച്ച രീതിയിൽ മാത്രമേ ചെയ്ത് കൊടുക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ എടുത്തേക്കുന്നത് നമുക്ക് ഫെർട്ടിഫ്ലോ എന്ന് പറഞ്ഞ ഒരു ഫെർട്ടിലൈസറാണ്. അതായത് ഫെർട്ടിഫ്ലോ 19-19-19 ഇതൊരു NPK വളമാണ്. പൊട്ടാഷ് ധാരാളം അടങ്ങിയിട്ടുള്ളതാണ്. നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യം ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു വളമാണ്. ഇത് ഞാൻ നമ്മുടെ വളക്കടകളിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് ഓൺലൈനിലും വാങ്ങിക്കാൻ കിട്ടും, വളക്കടകളിലും കിട്ടും. അപ്പം എങ്ങനെ വേണം നിങ്ങൾക്ക് വാങ്ങിക്കാം. ഇത് NPK ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ലവണ്ണം പൂക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ്. അപ്പം ഇതൊരു രാസവളമാണ്, ജൈവവളമല്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വളക്കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. തീർച്ചയായിട്ടും നിങ്ങളിതൊക്കെ വാങ്ങിച്ചു വെക്കുന്നത് നല്ലതാണ്. നമ്മൾ ഈ ജൈവവളം കൊടുക്കുന്നതിനിടയിൽ ഈ ഒരു രാസവളം കൂടെ കൊടുത്തു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നേഴ്സറിയിലൊക്കെ നല്ലവണ്ണം കട്ടകുത്തി പൂക്കൾ ഉണ്ടാകുന്ന പോലെ തന്നെ നമ്മുടെ ചെടികളിൽ നല്ലവണ്ണം റോസാ ചെടികളൊക്കെ നല്ലവണ്ണം പൂക്കൾ ഉണ്ടാകുന്നുള്ള കാര്യം ഉറപ്പാണ്. ഞാൻ പരീക്ഷിച്ച് നോക്കിയ ഒരു റിസൾട്ട് കിട്ടിയ ഒരു സംഭവം തന്നെയാണ് എനിക്ക്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ അതിൽ നിന്ന് ഇത് നമുക്ക് പൗഡർ രൂപത്തിലും കിട്ടും, ലിക്വിഡ് രൂപത്തിലും ഒക്കെ കിട്ടും. പിന്നെ ചോടുകളിൽ ഇട്ട് കൊടുക്കാനായിട്ടുള്ളത് നമുക്ക് വേറെ കിട്ടും. ഇത് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന NPK 19-19 എന്നുള്ള ഒരു രാസവളമാണ് കേട്ടോ. നമുക്ക് പൗഡർ രൂപത്തിലായിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, പൊട്ടാഷ് അടങ്ങിയ വളം നമുക്ക് ചോടുകളിൽ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളതും കിട്ടും. എങ്ങനെ വേണം നിങ്ങൾക്ക് മേടിക്കാം. ഞാനിപ്പം ഇപ്പോൾ ഒരു മഴക്കാലമൊക്കെ സമയമായതുകൊണ്ട് മഴയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു ടീസ്പൂൺ മാത്രമേ നമുക്ക് എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് 1 ലിറ്റർ വെള്ളത്തിനകത്ത് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്യണം. ഇത് വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അലിഞ്ഞ് ചേരും കേട്ടോ. അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഒത്തിരി പാടുപെടേണ്ട കാര്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നന്നായിട്ട് അന്നേരം തന്നെ നന്നായിട്ട് അലിഞ്ഞ് ചേരുന്നുണ്ട്. നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. അപ്പം നന്നായിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു ഇതുപോലെ 1 ലിറ്ററിൻ്റെ ഒരു സ്പ്രേ ബോട്ടിലിനകത്ത് ആക്കുകയാണ്. 1 ലിറ്റർ വെള്ളത്തിനകത്താണ് നമ്മൾ ഡൈല്യൂട്ട് ചെയ്തേക്കുന്നത്. എന്നിട്ട് നമുക്കിത് ഒന്നെങ്കിൽ രാവിലെ കൊടുക്കുക, ഇല്ലെങ്കിൽ മഴ സമയമൊക്കെ ആണെങ്കിൽ എപ്പോഴും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. മഴ സമയത്ത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം മഴയത്തോട്ട് കൊണ്ടുവെക്കരുത്. ഒന്ന് മാറ്റി വെച്ച് 2-3 ദിവസമൊക്കെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം വീണ്ടും പഴയ സ്ഥാനത്ത് വെക്കാം. കാരണം ഇത് സ്പ്രേ ചെയ്യുന്നത് മൂലം നമ്മുടെ ആ ഒരു ഇലകളിലൂടെയും തണ്ടുകളിലൂടെയും ഒക്കെ വലിച്ചെടുത്തിട്ട് ആ ഒരു ചെടി ഹെൽത്തി ആയിട്ട് വളരാനും നിറയെ പൂക്കൾ, കട്ട കുത്തി പൂക്കൾ ഉണ്ടാകാനും സഹായിക്കുന്ന നല്ലൊരു NPK വളമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ നമ്മൾ കൊടുക്കാവുള്ളൂ. ഇത് സ്പ്രേ ചെയ്തിട്ട് ഒരിക്കലും മഴയത്ത് കൊണ്ടുവച്ചാൽ പെട്ടെന്ന് തന്നെ മഴവെള്ളം വീണിട്ട് അതെല്ലാം പോകും, നമുക്കൊരു ഫലവും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് മഴയൊക്കെ ഉള്ള സമയമുള്ളവരാണെങ്കിൽ അത് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഞാൻ ഇതുപോലെ മാറ്റി വെച്ചിട്ടാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. എല്ലാം ഒന്ന് പ്രൂൺ ചെയ്ത് കേട്ടോ. അപ്പോൾ എല്ലാം നല്ലപോലെ ഒന്ന് പ്രൂൺ ചെയ്ത് വിടുക. പ്രൂൺ ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പുതിയ തളിർപ്പുകൾ പെട്ടെന്ന് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്നിട്ട് അതിൽ നിറയെ മൊട്ടുകളും അതുപോലെ തന്നെ നിറയെ പൂക്കളും ഉണ്ടാവാൻ സഹായിക്കുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ഇതുപോലെ ഒരു സ്റ്റെമ്മിൽ നിന്ന് തന്നെ നിറയെ മൊട്ടുകളൊക്കെ വരാനായിട്ട് വളരെയധികം സഹായിക്കുന്നു. ഞാൻ ഇതിന് നേരത്തെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ എല്ലാവരും ഒന്നുകൂടെ പറഞ്ഞു എന്നോട് ഒരു റോസയുടെ പോട്ടി മിക്സിൻ്റെ കാര്യം ഒന്നുകൂടെ പറയണം. അതൊന്നുകൂടെ ഞാൻ പറയാമേ.
നേഴ്സറികൾ പുതിയ റോസകൾ വാങ്ങിക്കുമ്പോൾ അത് നട്ടിട്ട് പിടിക്കുന്നില്ല, പെട്ടെന്ന് അത് തണ്ടൊക്കെ ചീഞ്ഞു പോകുന്നു, മഞ്ഞളിച്ചു പോകുന്നു എന്നൊക്കെ പറയുന്നവരുണ്ട്. അതിന് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പം പറഞ്ഞു തരുന്നത്. ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റോസ ഒരിക്കലും നശിച്ചു പോകില്ല എന്ന് ഉറപ്പാണ്. 100% ഗ്യാരണ്ടിയാണ്. പെട്ടെന്ന് തന്നെ റോസയിൽ പുതിയ തളർപ്പും കാര്യങ്ങളും ഒക്കെ വന്ന റോസയിൽ പെട്ടെന്ന് പൂവിടുന്നതായിരിക്കും. അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്ന വളം എന്ന് വെച്ചാൽ നേരത്തെ തന്നെ ഇത് ട്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വളക്കൂറുള്ള മണ്ണാണ്. മണൽ, ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ചകിരിച്ചോറ്, അതുപോലെ തന്നെ നമ്മുടെ കുമായം, സാഫ്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ അങ്ങ് വെച്ചേക്കും കേട്ടോ. അത് എത്ര ദിവസം ഇരുന്നാലും കുഴപ്പമില്ല. ഇതുപോലെ ഒരു വലിയ ബേസിനകത്ത്, പ്ലാസ്റ്റിക് ബേസിനുണ്ട് വീട്ടിൽ, അപ്പം നമുക്ക് ഏതാണോ ബക്കറ്റാണോ അങ്ങനെ ഉണ്ടെങ്കിൽ അതിനകത്ത് കൂട്ടി അങ്ങ് വെച്ചേക്കുക. എന്നിട്ട് വേണം നമ്മൾ റോസയൊക്കെ വാങ്ങിക്കാൻ പോകാനായിട്ട്. നേരത്തെ തന്നെ മണ്ണ് തയ്യാറാക്കി വെക്കണം. എന്നിട്ട് ഈ മണ്ണിലേക്കാണ് നമ്മൾ നട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ റോസ വാങ്ങിച്ചു ഞാൻ 30 രൂപയുടെ ഒരു റോസയാണ് വാങ്ങിക്കുന്നത്. എപ്പോഴും ആ ഒരു പാക്കറ്റിലുള്ള കൂടിനകത്തുള്ള റോസയാണ് വാങ്ങിക്കാറ്. എന്നിട്ട് നല്ല ഹോളുള്ള ചടിച്ചട്ടി നല്ല ഹോളാക്കി കൊടുക്കും. അതിനകത്തേക്ക് കല്ലോ കട്ടയോ അല്ലെങ്കിൽ നമ്മുടെ ഓടിൻ്റെ കഷ്ണമോ അതുപോലെ ചിരട്ടയുടെ പീസോ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കും. ചിരട്ടയുടെ പീസ് വെച്ച് കൊടുക്കും, കമത്തി വെച്ച് കൊടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ഈ പോട്ടി മിക്സ് അതിനകത്തൊരു പകുതി നിറച്ചിട്ട് നമ്മുടെ ഈ ഒരു റോസാ ചെടിയിലെ ആ പ്ലാസ്റ്റിക് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. അതിനകത്ത് പൂക്കളൊക്കെ ഉണ്ടെങ്കിലും കട്ട് ചെയ്ത് മാറ്റുക. ഞാനിപ്പോൾ ഈ പൂക്കൾ കുറച്ച് കഴിഞ്ഞേ കട്ട് ചെയ്യുന്നുള്ളൂ. അത് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ എന്ന് വെച്ചു. പിന്നെ ഞാൻ കട്ട് ചെയ്ത് മാറ്റും കേട്ടോ. കട്ട് ചെയ്ത് നമ്മൾ മാറ്റണം. എന്നിട്ട് നമ്മൾ ഈ ഒരു റോസയുടെ ചുവട്ടിലെ കുറച്ച് മണ്ണങ്ങ് മാറ്റുക. അതായത് നമ്മൾ നേഴ്സറിയിൽ നിന്ന് കൊണ്ടുവെക്കുന്ന റോസയുടെ കുറച്ച് മണ്ണ് മാറ്റിയ വേരൊക്കെ ഒന്ന് കാണത്തക്ക രീതിയിൽ എടുക്കുക. വേരിൻ്റെ ഒന്നും പൊട്ടിപ്പോകാത്ത രീതിയിൽ നമ്മൾ എടുക്കണം. എന്നിട്ട് പകുതി മണ്ണ് മാറ്റിയിട്ട് നമ്മുടെ ആ പോട്ടി മിക്സിലോട്ട് വെച്ച് കൊടുത്തിട്ട് കൈ കൊണ്ട് തന്നെ നമ്മുടെ ബാക്കി ആ റോസയുടെ ചുവട്ടിലുള്ള മണ്ണൊന്ന് പൊട്ടിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ബാക്കി നമ്മുടെ ആ ഒരു പോട്ടി മിക്സർ ചേർത്ത് നന്നായിട്ട് ഫില്ല് ചെയ്ത് ആ ഒരു മേളത്തെ ഒരു എന്താ പറയുക, ആ ഒരു ചടിച്ചടിച്ചിട്ട് ഏറ്റവും മേളത്തെ ഒരു വരയുണ്ടല്ലോ, അതിൻ്റെ തൊട്ട് താഴെ വരെ ആ വര വരെ നമ്മളിങ്ങനെ ഫില്ല് ചെയ്ത് വെക്കുക. അത്രയും മാത്രം മതിയേ. എന്നിട്ട് നമുക്ക് നല്ല തളർപ്പുള്ള ഭാഗം നിർത്തിയിട്ട് ബാക്കിയെല്ലാം പൂക്കളും മുട്ടുകളും ഒക്കെ കട്ട് ചെയ്ത് നിർത്താം. എന്നിട്ട് നന്നായിട്ട് നനച്ച് കൊടുത്തിട്ട് ഓടിക്കൊണ്ട് വെയിലത്തോട്ട് വെക്കരുത്. ഒരു രാവിലത്തെ ഒരു വെയിൽ കിട്ടുന്ന ഭാഗത്തും എന്നാൽ മഴ കൊള്ളാത്ത ഭാഗത്തുമായിട്ട് മാറ്റി വെക്കുക. കുറച്ച് ദിവസത്തേക്ക് ഈ റോസയൊക്കെ ആദ്യം വേല എല്ലാം ഒഴിഞ്ഞു പോകും. അതിനുശേഷം ഇതുപോലെ പുതിയ തളർപ്പുകൾ വരും കേട്ടോ. അങ്ങനെ വന്നതിന് ശേഷം പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കാണിക്കാം. ഇത് കേട്ടോ, നല്ല പോലെ പുതിയ തളർപ്പുകളും മുട്ടുകളും വരെ വരാൻ തുടങ്ങി. എല്ലാം പോയിട്ട് കേട്ടോ, ഒരു 2 ആഴ്ച കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ നിങ്ങൾ റോസ നടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു റോസയും നശിച്ചു പോകത്തില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് നന്നായിട്ട് റിസൾട്ട് കിട്ടും. അല്ലാതെ ഒരു മണ്ണിലേട്ട് ഓടിക്കൊണ്ടുവന്ന് വളമൊക്കെ കൂട്ടി നട്ട് കൊടുക്കൽ ഒരിക്കലും, പ്രത്യേകിച്ച് പറഞ്ഞു തരുവാണേ. അപ്പം എനിക്ക് ഒരുപാട് ആദ്യമൊക്കെ പോയിരുന്നു. അതിനുശേഷം ഞാൻ പഠിച്ച് ഇപ്പം ഇങ്ങനെയാണ് ചെയ്യുന്നത്. എനിക്ക് ഇതിനാണ് നല്ല റിസൾട്ട് കിട്ടുന്നത്. അപ്പം എൻ്റെ എല്ലാ റോസയും ഇതുപോലെ ചെയ്യുന്നത് എനിക്ക് ഒരു കുഴപ്പവും ഇല്ലാതെ കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളും ഇതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടേ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അതിൽ പൂവൊക്കെ വിരിഞ്ഞു, നല്ല ഒരു ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ പൂവെല്ലാം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. രണ്ടാമത് വന്ന പൂക്കളാണ് കേട്ടോ, റിപ്പോർട്ട് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടാണ്. അതിനിടയ്ക്ക് ഞാൻ കുറച്ച് മുട്ടത്തോട് പൊടിച്ചത് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ കുറച്ച് മുട്ടത്തോട് പൊടിച്ചത് ചുമ്മാ അതിനകത്ത് ഇട്ട് കൊടുത്താൽ കേട്ടോ. അത് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കാൻ